എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ തുടർച്ചയായ നാലാമത്തെ ദിവസവും നമ്മുടെ മാർക്കറ്റ് ചുവപ്പിലാണ്, റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. FIAസിൻ്റെ സെല്ലിംഗ് പ്രഷർ കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില വളരെയധികം കുതിച്ചുയർന്നതും നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതുമാണ് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റുകളിലാണ് ഒരു സെല്ലിംഗ് പ്രഷർ കൂടുതലായും അനുഭവപ്പെട്ടത്. രണ്ട് ഇൻഡെക്സുകളും 4% വീതമാണ് ഇന്ന് ഇടിഞ്ഞിട്ടുള്ളത്. സെൻസെക്സ് 1.36%, നിഫ്റ്റി 1.47%വുമാണ് ഇടിഞ്ഞിരിക്കുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിലിന് US വിലക്ക് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ക്രൂഡ് ഓയിൽ വില ഇത്രത്തോളം ഉയർന്നത്. ഇന്ന് മാത്രം 200 പോയിൻറ്റിനടുത്താണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ നടന്നിട്ടുള്ളത്. ഇപ്പോഴും പോസിറ്റീവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമെന്ന നിലയിൽ വിലയിലുണ്ടാകുന്ന വ്യത്യാസം സാമ്പത്തിക വ്യവസ്ഥയിലും മാറ്റമുണ്ടാക്കുമെന്നാണ് ഇൻവെസ്റ്റേഴ്സ് കരുതുന്നത്. പണപ്പെരുപ്പം കൂടുമെന്നും സാമ്പത്തിക വളർച്ച കുറയുമെന്നും ഉള്ള ആശങ്കകൾക്കിടയിലാണ് എണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ വളരെയധികം ആശങ്കയിലാണ്. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യ 86.61 രൂപ എന്ന നിലയിലെത്തി. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന വ്യാപാര നയങ്ങളെക്കുറിച്ചും ഇൻവെസ്റ്റേഴ്സിന് ആശങ്കയുണ്ട്. കൂടാതെ കേന്ദ്ര ബജറ്റ് വരികയാണ്. US ഫെഡ് ആശങ്കകളുണ്ട്. മൂന്നാം പാദത്തിലെ കമ്പനികളുടെ പ്രകടനം, വളർച്ചാ നിരക്ക് കുറയുമെന്ന പ്രവചനം തുടങ്ങി ഒരുപാട് കാരണങ്ങളാണ് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായിരുന്നാലും നമ്മുടെ മാർക്കറ്റിൽ വിദേശ നിക്ഷേപകരുടെ വിൽപ്പന കൂടിക്കൂടി വരികയാണ്. ജനുവരി 2 ആഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം ഞാൻ ഇന്നലെ പറഞ്ഞു 22 കോടിയുടെ അടുത്താണ് അവർ പിൻവലിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിലെല്ലാം തന്നെ കാര്യമായ പുരോഗതി മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്കൊരു ഹൈക്ക് മുകളിലേക്ക് കാണാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം എന്ന് മാത്രം. ഓക്കെ, ഏതായാലും ശ്രദ്ധിച്ച് നമുക്ക് ട്രേഡ് ചെയ്യേണ്ട ദിവസങ്ങളാണ്. ഇന്ന് നമുക്ക് ട്രേഡ് ചെയ്തതെല്ലാം തന്നെ നഷ്ടത്തിലാണ്. മാർക്കറ്റിൽ നിന്ന് വളരെയധികം മോശമായ സിറ്റുവേഷനിലായിരുന്നു. നിഫ്റ്റിയിൽ യൂട്യൂബ് വീഡിയോ പ്രകാരം നമ്മൾ പറഞ്ഞത് ഇതിന് താഴെയാണ്. അതായത് ഇന്ന് 13-ാം തീയതിയാണ്, 23,340 താഴെയാണ് പറഞ്ഞത്. അതിന് താഴെ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കിന്ന് നിഫ്റ്റിയിൽ എൻട്രി ലഭിച്ചിട്ടില്ല. അതേസമയം ബാങ്ക് നിഫ്റ്റിയിലും അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. 48,620 താഴെയാണ് നമ്മൾ പറഞ്ഞത് 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ. അത് നമുക്ക് ലഭിച്ചില്ല. അതേസമയം 1 അവർ ക്യാൻഡിലിൽ നമുക്ക് ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമുക്ക് 1 അവറിലേക്ക് മാറ്റേണ്ടതുണ്ട് ആദ്യം, എന്നാലാണ് ക്ലിയറായിട്ട് മനസ്സിലാവൂ. ഇതാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇത് മുകളിലേക്ക് പോയി തിരിച്ച് വരുന്ന സമയത്ത് റെഡ് ഫോം ആയപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റി. നമ്മൾ ഇവിടെ നിന്നും എൻട്രി എടുത്തു. 390 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ എൻട്രി ലഭിച്ചിട്ടുമില്ല. ഇത് 1 അവർ ടൈം ഫ്രെയിമിലാണ് നമുക്കിന്ന് പ്രോഫിറ്റ് ലഭിച്ചിരിക്കുന്നത്. സെൻസെക്സിലേക്ക് വരുമ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അതേസമയം 1 അവറിൽ നമുക്ക് സെൻസെക്സിൽ എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഇതിന് താഴെ ഇതാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുമാണ് എൻട്രി ലഭിക്കുക. 520 പോയിൻറ്റിൻ്റെ റാലി സെൻസെക്സിലും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും ഇന്ന് പ്രോഫിറ്റാണ്. അതേസമയം നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈ മാസത്തെ പെർഫോമൻസ് മൊത്തം ഇന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീക്കെൻഡിൽ ബാക്കിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്നൊന്ന് വാച്ച് ചെയ്യാം. ഇത് സെൻസെക്സിൻ്റെ ടൈം ഫ്രെയിമാണ്, സെൻസെക്സ് ചാർട്ടാണ്. നമുക്ക് നാളെ ഡൗൺ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 76,347 75,680 താഴെ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി പോസിബിളാണ്. ഇനി അപ്സൈഡിലേക്ക് 77,160 മുകളിലേക്ക് നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാം.
ടൈം ഫ്രെയിം ഒരിക്കലും മാറരുത്. ഇനി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റി കഴിയുമ്പോൾ 76,240 താഴെ ഡൗൺ സൈഡിലേക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. അതേസമയം അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു പരീക്ഷണം നടത്താമെന്ന് മാത്രം 76,850 മുകളിൽ. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ നിന്ന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോകും, 77,000 വരെയെങ്കിലും പോകും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആവും. സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നമുക്ക് ഇവിടെ നിന്നും ഡൗൺ സൈഡിലേക്ക് എടുക്കാം. 47,895 താഴെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇതിൽ നിന്നും എൻട്രി എടുക്കാം. 48,340 മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്കും എൻട്രി പോസിബിളാണ്. ഇനി നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക്, അഥവാ ഇതൊക്കെ ഒരു ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പോസിബിൾ ആവാത്ത അവസ്ഥ വരുമ്പോൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് മുകളിൽ എടുത്തു പോകാം. 48,640 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി പോസിബിളാണ്. ഡൗൺ സൈഡിലേക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ 47,620 താഴെയും എൻട്രി എടുത്ത് പോകാം. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഇതിന് താഴെ എൻട്രി എടുക്കാം. 23,045 താഴെ. ഓക്കെ, 23,045 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്താൽ മതിയാവും. 23,270 മുകളിൽ. 23,088 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,070 വരട്ടെ, അതിനുശേഷം എൻട്രി എടുത്താൽ മതി. അതേസമയം 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് ഇതിന് മുകളിൽ എൻട്രി എടുക്കാൻ കഴിയും. 23,340 മുകളിൽ അപ്പ് സൈഡിലേക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ എൻട്രി എടുക്കാം. അതേസമയം ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 22,930 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്ക് നമുക്ക് എൻട്രി പോസിബിളാണ്. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചാർട്ടിൽ കൃത്യമായി വരച്ച് കൃത്യമായ സമയത്ത് ഏത് ടൈം ഫ്രെയിമാണോ നോക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് 50, 80, 100 എന്നിങ്ങനെ വയ്ക്കുക. ഇല്ല കൂടുതൽ പോയിൻ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.